എന്തായി കവറില്? എനിക്ക് പള്ളിയിൽ ക്വസ്റ്റ്യൻ പണിയല്ലേ, അങ്ങേര് തന്നുവിട്ടാ കുത്തി കേറ്റ്. അണ്ണാ ഇവളെന്താ ഇങ്ങനെ? എന്ത് രസമായിട്ടാണ് അവള് പിയാനോ വായിക്കുന്നത്. അതല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കല്ലോ. ലവളതിലിട്ട് കുത്തിപ്പറിക്കുമ്പോ യാതൊരു പരാതിയുമില്ല. ഞാൻ തൊട്ടാലേ ഉള്ളൂ കുഴപ്പം അല്ലേ? കൊച്ചിനെ അവളൊന്ന് വിളിക്കരുത്. ആരെ? കൊച്ചിനെ എന്നാന്ന് വെച്ചാ ചെയ്തു. എന്നാടാ ചാവിന്റെ കണ്ണു പിടിച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് വാടാ. ഞാൻ കണ്ടു. എന്താ ചാവി? എന്താ? ഞാൻ കണ്ടു. എന്റെ അച്ഛനും ഭാര്യ കൊച്ചും ഇവിടെ ഉണ്ട്. അവരെ ഞാൻ കണ്ടു. അണ്ണാ അണ്ണൊന്ന് നീറ്റേ, ഒന്ന് നീറ്റേ. പത്രകാളിന്റെ അവിടെ നിന്ന് പൂജിച്ചതാ. അണ്ണൻ കിട്ടിക്കോ. ഈ പ്രേതക്കോട്ടയിൽ താമസിക്കുമ്പോ ഇതൊക്കെ വേണം. നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണ്ടേ? ഈ അണ്ണൻ എന്താ നോക്കുന്നേ? അണ്ണാതെ കൊണ്ട് കെട്ട്. അണ്ണാ ഇത് കളി തമാശയല്ലേ? ആ സക്രിയ അങ്ങനെ ഭാര്യ ഇവിടെ എവിടേക്കോ കറങ്ങി നടക്കുന്നുണ്ട്. ആണോ?
അണ്ണാ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണ. എടാ ഉണ്ണികൃഷ്ണ, നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? അവരെങ്ങനെയാ മരിച്ചതെന്നറിയാൻ. ഓ, നീ പറയുന്നു അവരുടെ പ്രേതങ്ങളിവിടെ ഉണ്ടെന്ന്. അത് ഈ മരണത്തിന്റെ കാരണം പറയാനാണെങ്കിലോ? അതാ നിന്റെ ഈ ചരട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞത്. നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ തുടങ്ങാൻ പോകുന്നു ഒരു പുതിയ രീതിയിൽ. നിനക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണോ? അണ്ണാ ആ? കുഴപ്പമായി തുടങ്ങിയോ? നിലവിളി ശബ്ദത്ത് വണ്ടി വരേണ്ടി വരുമോ? ഡാ, ഒരു ഭ്രാന്തന്റെ ഇൻവെസ്റ്റിഗേഷന് അല്പം ഭ്രാന്തുണ്ടാവുമല്ലോ അല്ലേ? ആ, 1 മണിക്കൂർ സമയം. അതിനുള്ളിൽ നീ ശബരം റെഡി ആയിരിക്കണം. ഓക്കെ? ഡാ ഉണ്ണി, നിനക്ക് ഇഷ്ടപ്പെട്ട നടനാരാ? ലാലേട്ടൻ. നിനക്കോടി? ചോദിക്കുന്ന എന്തിനാ? മമ്മൂട്ടിയായിരിക്കും. എനിക്ക് മോഹൻലാലിനെ ഇഷ്ടം. ലാലേട്ടൻ ഫാനാ? എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടം. എന്തുകൊണ്ടാ നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നത്? അവര് ഭയങ്കര അഭിനയല്ലേ, അതുകൊണ്ട്. നമ്മൾ അവരെ അല്ല, അവര് ചെയ്യുന്ന കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുന്നത്. ഭയങ്കര അഭിനയം വെച്ച പിന്നെ എന്തുവാ? അതാ ഓരോ കഥാപാത്രങ്ങളെയും അവരത്രയ്ക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതുകൊണ്ടാ നമുക്കവരെ ആ കഥാപാത്രങ്ങളായിട്ട് തോന്നുന്നത്. ഇപ്പോ വാത്സല്യത്തിലെ രാഘവൻ നായർ, നമ്മൾ ആ സിനിമ കാണുമ്പോ ഇങ്ങനെ രാഘവൻ നായർ തന്നെയല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതുപോലെ തൂവാരത്തുമ്പികളിലെ ജയകൃഷ്ണൻ, മോഹൻലാലിലെ അല്ലല്ലോ, ജയകൃഷ്ണനല്ലേ നമ്മളവിടെ കാണുന്നത്. നിങ്ങൾക്ക് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് കരുതുക, അഭിനയിക്കൂ. ഞാനോക്കെ, ഞാൻ തകർക്കോണ. ഞാനും ഓക്കെ. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് 2 കഥാപാത്രങ്ങളെ തരാം. അഭിനയിക്കാൻ പറ്റുമോ നോക്ക്. ആ കഥാപാത്രങ്ങളുടെ ഉള്ളറിഞ്ഞ് അഭിനയിക്കണം. സച്ചേട്ടൻ എന്തായി പറഞ്ഞു വരുന്നത്? ഏത് കഥാപാത്രങ്ങള്? നിങ്ങൾക്കറിയാവുന്ന 2 കഥാപാത്രങ്ങൾ, മരിയയും ഫ്രെഡിയും. റെഫറൻസിന് വീഡിയോസും ചാമി പറഞ്ഞു തരുന്ന കഥകളുമുണ്ട്. തോന്നുന്ന കാര്യങ്ങളും സംശയങ്ങളും ഒരുമിച്ച് വിശകലനം നടത്തുക. ആ ചർച്ചകൾ തീർച്ചയായും നമ്മളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഒരു ഭ്രാന്തായിട്ട് നിങ്ങൾക്ക് തോന്നാം, ശരിയാ, ഭ്രാന്ത് തന്നെ. ഒരു പരീക്ഷണം. ഇപ്പോ എനിക്കൊരു ഉത്തരമാണ് വേണ്ടത്. തയ്യാറാണോ അല്ലയോ? ഒന്ന് ശ്രമിച്ചു നോക്കാനുള്ള ചങ്കൂറ്റമെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്ന്. സച്ചേട്ടാ, ഞാൻ മരിയാവാൻ തയ്യാറാണ്. സക്കറിയ, മരിയ, ഫ്രെഡി, പിന്നെ ചാമിയും. നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത്? നിങ്ങളോട് തന്നെ ചോദിക്കുന്നത്. മാസ്ക് ഇട്ടല്ലേ വരണ്ടേ? ഇത് ചുമ്മാ മുന്നിൽ വന്നു വാ വിളിച്ചെന്നാ ഞാനെന്തു പറയാനാ? അല്ലണ്ണ, അതിന് മാസ്ക് വേണ്ടേ? എന്തായിരുന്നു ആളുടെ പേര്? ജോണിയോ ജോയോ? എന്താ നിനക്ക് അവൻ അറിയില്ലേ? കണ്ടിട്ട് കുറെ വർഷമായില്ലണ്ണ. എടാ, 10 വർഷമെങ്കിലായിരുന്നു നീ എന്നെ കണ്ടിട്ട്. എന്നിട്ട് നീ എന്റെ പേര് പറഞ്ഞോ? അണ്ണ എന്നുള്ള വിളി പറഞ്ഞോ? കൊല്ലണ്ട, ജോണി അതല്ലേ പേര്, മറന്നുപോയി. ജോണി.
ജോണി നിന്റെ ഫ്രണ്ടാ, ബെസ്റ്റ് ഫ്രണ്ട്. അതുകൊണ്ടാണ് അവനെ അന്വേഷിച്ച് നീ ഇതുവരെ വന്നത്. അതിന് എന്തോ മതിയായ കാരണമുണ്ടായിരുന്നു. ആ, ആദ്യം നീ ജോണി എന്താണെന്ന് അറിയാൻ നോക്ക്. എന്നാലേ അവന്റെ ഫ്രണ്ടായ ഫ്രെഡി ആവാൻ നിനക്ക് പറ്റുള്ളൂ. നിരീക്ഷണം, സൂക്ഷ്മമായ വിശകലനം, ഇതൊന്നും ബുദ്ധിയില്ലാത്തവർക്ക് അത്ര എളുപ്പമല്ല. അണ്ണോ എന്നൊരു ഭ്രാന്തനാക്കണോ കൊടുക്കണേ? ആരോഗ്യം എന്തായാലും നിനക്ക് വരില്ല കേട്ടോ. കോമൺ സെൻസ് ഇല്ലാത്തവർക്കും നോയ്സെൻസുകൾക്കും ഭ്രാന്ത് വരില്ല. അണ്ണാ ഒന്നില്ലേ കൗണ്ടർ പറയാൻ അറിയണം, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം. ജോണി എന്റെ ആരാന്നാ പറഞ്ഞേ? എൻ്റെ എല്ലാം അവനാ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഒരേ ഒരു സുഹൃത്തും അവനാ. അച്ചായോ പരുവായൊന്നും നോക്കി. ആ എങ്ങനുണ്ട്? മരിയയുടെ പാചകമല്ലേ, എരിവ് അല്പം കുറവാ. ആ, ലൂയിസ് അച്ഛനായിരിക്കും. തനിക്ക് ഭാഗ്യമുണ്ടോന്ന് ഇപ്പം അറിയാം. ഭാഗ്യം അതെനിക്ക് കേട്ടറിവ് മാത്രമുള്ളൊരു സാധനമാണ്. അച്ചോ, എനിക്ക് തോന്നിയായിരുന്നത് അച്ഛനായിരിക്കുമെന്ന്. ഒരു കഷ്ണം ഇറച്ചി അച്ചു ചന്തയിൽ നിന്ന് വന്നപ്പോൾ അവൻ എൻ്റെ കാട്ടുമേലിനെ കൊണ്ടുവന്നു. ആണോ? എന്നാ പറഞ്ഞോട്ടെ. ആ പറഞ്ഞോ. ജോണിയുടെ നമ്പർ അല്ലേ ഇത്? കടക്കാരെ പേടിച്ച അയാൾ ഈ നാട്ടിൽ നിന്ന് പോയത്. ജോണി കടക്കാരെ പേടിച്ചു പോയെന്ന് പറഞ്ഞാ? ദൂർത്ത് ജീവിതമായിരുന്നേ. എന്തായാലും നമ്പർ കിട്ടിയതല്ലേ, ഒന്ന് വിളിക്കേ. അപ്പോഴേക്കും ഞാനൊന്ന് അടുക്കളയിൽ പോയിട്ട് വരാം. ആ എടാ ഒരു മിനിറ്റ്, അത് വേണേ എടുത്തു കേട്ടോ. ആ പറടാ. അത് വേണ്ട, ഞാൻ നിന്നെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഇല്ല, അവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. ഹോ, ഏതായാലും ജോണിയായിട്ട് സംസാരിക്കാൻ പറ്റിയല്ലോ. അല്ല, ആ സമയത്ത് സക്രിയ മറിയ എവിടെയായിരുന്നു? മരിയ കൊച്ചിന് അയാളോട് ഇത്ര ദേഷ്യം എന്തുവാ? വകതിരിവില്ലാത്തവന്മാരെ എനിക്കിഷ്ടമല്ല. ഓ, മുഖം മൂടിയിട്ടോണ്ട് വന്നോണ്ടായിരിക്കും അല്ലേ? അവരിത്രക്കും കൊണ്ട് കലിപ്പിക്കാൻ മാത്രം എന്തുകൊണ്ടാണ് അയാൾ ചെയ്തത്? അയാൾക്ക് വകതിരിവില്ലെന്ന് അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം. അല്ലെങ്കിൽ ഇത്രയും നേരമൊക്കെ വല്ലോന്റെ വീട്ടിൽ ഇരുന്ന് കത്തിയടിക്കോ? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുമ്പോൾ ഇതൊക്കെ ചെയ്യാറുണ്ട്. അത് വരെ തെറ്റൊന്നുമല്ല. അതെ, അത് തെറ്റാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം അയാൾക്കും ഇല്ലായിരുന്നു. അവസാനത്തെ ടെലിഫോൺ ബില്ല് ചാമി എടുത്ത് വെച്ചിരുന്നതാ. വെറുതെ നോക്ക്. അതില് ജോണിയുടെ നമ്പർ ഉണ്ടോ? ഇല്ല. ക്രിസ്തുമസിന് തലേ ദിവസം ഇവിടെ നിന്ന് രണ്ട് നമ്പറിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അതിലൊന്ന് പള്ളിയിലേക്ക്, മറ്റൊന്ന് പഞ്ചാബിലെ ഏതോ നമ്പറിലേക്ക്. വീണ്ടും വിളിച്ചിരിക്കുന്ന പള്ളിയിലേക്ക് തന്നെ പിറ്റേന്ന് രാവിലെ. അത് മരണം അറിയിക്കാനായിരുന്നു. അപ്പൊ പിന്നെ അയാൾ ആരോടാ ഫോണിൽ സംസാരിച്ചേ? നിങ്ങളുടെ നിഗമനം എന്താ? ഫ്രെഡി ഒരു ഫേക്കാ. ജോണി അയാൾക്ക് അറിയില്ല. ജോണിക്ക് അയാളെ